സോ ഹായ് ഗൈസ്, നിങ്ങളൊരു സാംസങ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫോൺ ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആരെങ്കിലും വന്നിട്ട് നിങ്ങളുടെ കൺട്രോൾ സെൻറ്റർ ഇങ്ങനെ സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾ സെൻറ്റർ ആക്സസ് ചെയ്യാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ എനിക്ക് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോൺ ലോക്കാണ്, എന്നാലും എനിക്കിവിടെ സൗണ്ട് വൈബ്രേഷൻ്റെ മ്യൂട്ടിലൊക്കെ ഇടാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് ഫോൺ അൺലോക്ക് ചെയ്യുക. ഫോൺ അൺലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ താഴത്തേക്ക് വന്നിട്ട് കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പെൻസിലിൻ്റെ മാർക്ക് കാണാണ്ടല്ലോ, പെൻസിലിൻ്റെ മാർക്കിൽ പോവുക. പിന്നെ ഇവിടെ ടോപ്പ് ഫുൾ ഉണ്ടാവും. നമ്മൾ ഫുള്ള് പോയിട്ട് എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്ത് പോയിട്ട് കിഡ്സ് ഒന്ന് സെർച്ച് ചെയ്യണം. ഇവിടെ കണ്ടില്ലേ കിഡ്സ്, അതിങ്ങനെ ഡൺ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് പോയി കഴിഞ്ഞിട്ട് ഇത് എപ്പോഴും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ഒരു വേണേൽ ചെയ്യേണ്ട പ്രോസസ്സുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കിഡ്സിൻ്റെ ഓപ്ഷൻ കാണാനുണ്ട്. അപ്പോൾ ഈ കിഡ്സിൻ്റെ ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ഫസ്റ്റ് തവണ നമ്മൾ ചെയ്യുമ്പോൾ ഇത് സെറ്റപ്പ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഇവിടെ സാംസങ് കിഡ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് ഡൗൺലോഡ് ആവും. ഓക്കെ, ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾ എൻ്റെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ സെറ്റിംഗ് ആപ്പ് എന്ന് കാണിക്കുന്നുണ്ട്. സെറ്റിംഗ് ആപ്പ് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നിങ്ങൾക്ക് വേറെ വല്ലതും സാംസങ്ങിൻ്റെ ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ എഴുതുക, ഞാൻ അതിന് പറ്റി വീഡിയോ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സാംസങ് കിഡ്സ് സേഫ് ഫൺ വെറൈറ്റി ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. നമ്മൾ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ ഒന്നുകൂടിയും കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് അലൗ സാംസങ് കിഡ്സ് ടു സെൻഡ് നോട്ടിഫിക്കേഷൻ ഡോണ്ട് അലൗ എന്ന് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ആയി കഴിഞ്ഞില്ലേ? ഇനി നമ്മൾ ലോക്ക് ചെയ്യുക. ഫോണിന് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമ്മുടെ കൺട്രോൾ പാനൽ ഓപ്പൺ ആവില്ല. കണ്ടില്ലേ? നമ്മൾ എന്ത് ചെയ്താലും ഇവിടുന്ന് കൺട്രോൾ പാനൽ ഓപ്പൺ ആവില്ല. അപ്പോൾ ഇതുമാതിരി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പുറത്തേക്ക് വരണമെങ്കിൽ 3 ഡോട്ട് ഉണ്ടല്ലോ, 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ക്ലോസ് സാംസങ് കിഡ്സ്. അപ്പോൾ നമ്മളിവിടെ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ വയ്ക്കും. അപ്പോൾ ഫിംഗർ പ്രിൻറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഓക്കെ, പിന്നെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ഫോൺ അങ്ങനെ കൺട്രോൾ സെൻറ്റർ ഓഫ് ആക്കി വെക്കണമെങ്കിൽ നമുക്ക് വെറുതെ സ്വൈപ്പ് ഡൗൺ ചെയ്ത് കഴിഞ്ഞിട്ട് കിഡ്സിൽ ഇങ്ങനെ വെറുതെ പ്രസ് ചെയ്താൽ മതി. ഡോണ്ട് അലൗ എന്ന് കൊടുക്കുക. ഓക്കെ, പിന്നെ ഫോൺ ലോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ആര് വന്നാലും നമ്മുടെ കൺട്രോൾ സെൻറ്റർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതെന്തായാലും നിങ്ങളുടെ ഫോണിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ തോന്നുകയാണെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്